നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന തുളസി വർഗത്തിൽപ്പെടുന്ന രാമതുളസിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലാമിയേസിയെ കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ഓക്സിമം സാങ്ക്ടം എന്നതാണ്. സംസ്കൃതത്തിൽ തുളസി, സുരസ, ഭൂതഗ്നി, ഗ്രാമ്യ എന്നീ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ തുളസി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തുലനമില്ലാത്തത് എന്നതാണ്. അതായത് ഈ സസ്യത്തോളം ഔഷധ ഗുണമുള്ള വേറൊരു സസ്യം തന്നെ ഇല്ലെന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 1/2 മീറ്റർ തൊട്ട് 1 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ ഇലകൾ കർപ്പൂര തുളസിയെ അപേക്ഷിച്ച് ഇളം പച്ച നിറത്തിലും കനം കുറഞ്ഞുമാണ് കാണപ്പെടുന്നത്. പൂങ്കുലകൾ ശാഖാഗ്രങ്ങളിൽ കാണപ്പെടുന്നു. കൃഷ്ണതുളസിയെ അപേക്ഷിച്ച് ഇത് സാധാരണയായി വലുപ്പം കൂടിയതാണ്. കായകൾ വളരെ ചെറുതും ധാരാളം വിത്തുകൾ അടങ്ങിയതുമാണ്. അത് ഇളം മഞ്ഞയോ ചുവപ്പോ നിറത്തിൽ കാണപ്പെടുന്നു. ഈ സസ്യത്തിൽ പ്രത്യേക സുഗന്ധമുള്ള ധാരാളം എണ്ണഗ്രന്ഥികളും അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം കണ്ടുവരുന്ന ഈ സസ്യം പ്രധാനമായും ക്ഷേത്ര പരിസരത്തും വീടുകളിലും നട്ടുവളർത്തുന്നു. പൂജകൾക്കും മാല ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്ന ഈ സസ്യം വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഹിന്ദുമത വിശ്വാസപ്രകാരം വിഷ്ണു ഭഗവാന്റെ പത്നിയായ ലക്ഷ്മി ദേവി ഭൂമിയിൽ അവതരിച്ചത് തുളസി ചെടിയായിട്ടാണെന്നാണ് കരുതപ്പെടുന്നത്. നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. മാനസിക സംഘർഷം കുറയ്ക്കുകയും ധാരാളം പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യുന്ന ഒരു സസ്യമാണ് തുളസി. ഇത് പ്രധാനമായും പനി, ജലദോഷം, ശ്വാസസംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ചെങ്കണ്ണിനെയും ക്യാൻസർ രോഗത്തെയും പ്രതിരോധിക്കാൻ ശക്തിയുള്ളതാണ് ഈ തുളസിയുടെ നീര്. ഇത് ഒറ്റമൂലിയായി മുഖക്കുരുവിനും പേൻ ശല്യത്തിനും ഉപയോഗിക്കാവുന്നതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ഇത് നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ രാമതുളസി, തുളസി പല വിധത്തിലുണ്ട്. കൃഷ്ണതുളസി, കർപ്പൂര തുളസി, ഈ രാമതുളസിക്ക് ഔഷധ ഗുണം നല്ലോണം ഉള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷശമനമാണ്. മറ്റുള്ള തുളസിയുടെ ഗുണം തന്നെയുണ്ട്. ഈ രാമതുളസി ഒരു ദിവസേന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ അഗ്നിമാന്ദ്യല്ല, ഈ ദീപനാണത്. അതുപോലെ തന്നെ ഈ കീടങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ ഈ രാമതുളസി മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് അരച്ച് ലേപനം ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം, ഈ തലയിൽ പേനുള്ള കുട്ടികൾക്ക് രാമതുളസി കൽക്കമാക്കിയിട്ട് താളിയാക്കിയിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ പേൻ കുറയും. പിന്നെ ഒരു ഉപയോഗം, ഈ മുഖത്ത് ചില കറുപ്പ് പാടുകളുണ്ടാകും, ഈ കരിമുഖം എന്നൊക്കെ പറയുന്ന കാര്യം. ഈ രാമതുളസി വെണ്ണയിൽ അരച്ചിട്ട് ഇങ്ങനെ ലേപനം ചെയ്ത് കഴിഞ്ഞാൽ, മുഖത്ത് ലേപനം ചെയ്ത് 10 മിനിറ്റ് വയ്ക്കുക. അത് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ആ കളറ് കുറച്ച് കുറഞ്ഞ് കിട്ടും. Ah